പരിശുദ്ധിയും അതിന്റെ വൈജ്ഞാനികപരമായ പുരോഗതിയും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ എത്രമേൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഈ ജില്ലയുടെ പരിധിയിൽ മാത്രം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയും. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ ചോദിക്കും, എന്താ സമസ്ത ചെയ്തത്? സമസ്ത ചെയ്തത് പ്രധാനമായി നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിന് കാവലിരുന്നു എന്നതാണ്. വിശ്വാസത്തിന് കാവലിരിക്കലോടുകൂടെ തന്നെ ആ വിശ്വാസം സുദൃഢമാക്കണമെങ്കിൽ വൈജ്ഞാനികമായ കേന്ദ്രങ്ങൾ ഇവിടെ ഉയർന്നു വരണം. അതിനുവേണ്ടി ആ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മഹത്തുക്കളായ സാദാത്യങ്ങൾ, നമ്മുടെ മഹാന്മാരായ ദീനിനെ സ്നേഹിക്കുന്ന ഉമറാക്കൾ, അവര് ചേർന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് മഹിതമായ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സിലബസുമായി ബന്ധപ്പെട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായിട്ടുള്ള ചില സംഗതികൾ, ചില കാര്യങ്ങൾ, ചില ആശയങ്ങൾ അത്തരം സിലബസിലൂടെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്ക് മനസ്സിലായപ്പോൾ അത്തരം സിലബസിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാവിധ പിന്തുണയോടുകൂടി വളർന്നു വന്നിട്ടുള്ള സ്ഥാപനം സംവിധാനവും ഏത് കാലത്തും ഇലാ യൗമിൽ ഖിയാമ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും ഇവിടെ നിലനിർത്തണമെന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്കുണ്ടായത്. ചിലരൊക്കെ പറയും, വലിയ വിദ്യാഭ്യാസ സംവിധാനമല്ലേ, എന്തിനതിനെ മുടക്കാൻ പോകുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഇന്ന് വരെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെയും മുടക്കിയിട്ടില്ല. ഇവിടെ മുജാഹിദുകാര് വിവിധ വിദ്യാഭ്യാസ സംവിധാനം നടത്തുന്നുണ്ട്, ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നുണ്ട്, തബ്ലീഗ് ജമാഅത്ത് നടത്തുന്നുണ്ട്, മറുവിഭാഗത്തിൽപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നടക്കുന്നുണ്ട്, സംസ്ഥാന നേതൃത്വം നടക്കുന്നുണ്ട്. നമ്മളാരും അതിൽ ഇടപെടാൻ പോകാറില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ത്തണലിലും അതിന്റെ ആശയത്തിലും അതിന്റെ മഹാന്മാരായ ആളുകളെ മുന്നിട്ട് നടത്തുന്ന പ്രചരണത്തിലൂടെയും വളർന്നു വന്നിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ആ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയാദർശത്തിലൂടെ അത് മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്ക് നിർബന്ധമുണ്ട്. അതിന് അത്ഭുതപ്പെടാനില്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംവിധാനത്തിലുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനം, അവിടുത്തെ സിലബസ്, അവിടുത്തെ സംവിധാനങ്ങളൊക്കെ സമസ്തക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു തായലല്ല, അതൊരു കുറഞ്ഞു കൊടുക്കലല്ല, അത് അഭിമാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വളർത്തുന്നതിൽ, ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനമായ ലക്ഷ്യം കേവലം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നതല്ല. അതിന്റെ അപ്പുറം ആ സ്ഥാപനത്തിലൂടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിച്ച് വളർന്നു വരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ നിർവഹിച്ചത്.